നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും എന്താണ് നോഹയുടെ കാലഘട്ടത്തിലെ സംഭവം നമുക്ക് നോക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം വളരെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് മനസ്സിലായ കാര്യത്തെ, എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞ കാര്യത്തെ ഞാൻ പറഞ്ഞു തരാം. ആദാമിന് ആരാണ് ഭാര്യയെ കൊടുത്തത്? വീണ്ടും അനേക ദൈവപുത്രന്മാരെ ദൈവം സൃഷ്ടിച്ചു എങ്കിൽ അവർക്കും ദൈവം തന്നെ ഭാര്യമാരെ കൊടുക്കും, അല്ലേ? എന്നാൽ ഈ ദൈവപുത്രന്മാരിൽപ്പെട്ട, അതായത് ആദാമിൻ്റെ അതേ സ്റ്റേറ്റസിൽപ്പെട്ട മറ്റു ദൈവപുത്രന്മാർ എന്ത് സംഭവിച്ചു? അവർ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും, മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അവർ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുക്കുവാൻ പാടില്ല. ആദാമിന് ദൈവം ഹൗവയെ കൊടുത്തതുപോലെ അവർ ദൈവപുത്രന്മാരിൽ നിന്ന് ഉള്ള അതേ കാറ്റഗറിയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്കുള്ള ഭാര്യമാരെ ദൈവം കൊടുത്തതുപോലെ തന്നെ അവർ അതിനെ പരിപാലിക്കണം. ആ സമയം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ദൈവം പറയുകയാണ് 3-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവർ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻ വന്നതോടുകൂടെ മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം വെട്ടിച്ചുരുക്കി.